കൊണ്ട് ജീവിതത്തെ നേരിടാൻ ശ്രമിക്കുകയാണ് ഒരു ചെറുപ്പം. കുറിച്ച് ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുന്നതിനുള്ള ശ്രമത്തിലാണ് കോഴിക്കോട്ടെ മലബാർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി. വടക്കൻ ഏഷ്യയിൽ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് കേരള തീരത്തെത്തുന്ന സഞ്ചാരി പക്ഷികളെ അടുത്തറിയുന്നതിന് വേണ്ടിയാണ് ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. പക്ഷി സ്നേഹികളിൽ നിന്ന് ഇതിന് നല്ല പിന്തുണയാണ് കിട്ടുന്നത് എന്ന് സംഘാടകർ പറഞ്ഞു. മൈഗ്രേറ്ററി സീസണിൽ ഈ പക്ഷികളെ പരിചയപ്പെടാൻ, അതായത് എത്രയോ അകലെ ഈ പക്ഷികളെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടും ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്ര പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പക്ഷി സ്നേഹികളെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊടുത്ത് ഈ പക്ഷി സമൂഹത്തെ പരിരക്ഷിക്കാനും സംരക്ഷിക്കാനും അവയർനെസ് കൊടുക്കുക എന്നാണ്. ഇതൊക്കെ തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യത്യസ്ത ഇനം ദേശാടന കിളികൾ എത്താറുള്ള കടലുണ്ടി അഴിമുഖത്താണ് മലബാർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി ഇത്തവണ പക്ഷി നിരീക്ഷണ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കോളേജ് വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചായിരുന്നു പരിപാടിയെങ്കിലും 5 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർ ക്യാമ്പിനെത്തിയിരുന്നു. ഇത്രയധികം ബേർഡ്സിനൊക്കെ കാണുന്നത് തന്നെ പറ്റും. അപ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ നിന്ന് കിട്ടിയത്. ഒക്ടോബർ തൊട്ട് ഫെബ്രുവരി വരെയാണ് ദേശാടന കിളികളുടെ കാലം. ഈ കാലത്ത് വളരെ അപൂർവമായ സ്നൈപ്പറുകൾ മുതൽ ടേൺസ് വരെയുള്ള നിരവധി ദേശാടന കിളികളാണ് ഇവിടെ എത്തുന്നത്. കടലുണ്ടിയെ ഔദ്യോഗിക പക്ഷി സങ്കേതമാക്കി വികസിപ്പിക്കണമെന്നാണ് ഇപ്പോൾ പക്ഷി സ്നേഹികൾ ആവശ്യപ്പെടുന്നത്. വടക്കേ യൂറോപ്പിൽ നിന്നും വടക്കു കിഴക്കൻ ഏഷ്യയിൽ നിന്നും 7000-ഓളം കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് ഇത്തരം സഞ്ചാരി പക്ഷികൾ നമ്മുടെ തീരത്തെത്തുന്നത്. ഇവയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് കൂടിയാണ് ഈ ക്യാമ്പ് ഉപകരിച്ചത്. കടലുണ്ടിയിൽ നിന്ന് ക്യാമറാമാൻ അനിൽകുമാറിനോടൊപ്പം TP ജയനാരായണൻ, അമൃത ന്യൂസ്.